കഴിഞ്ഞ ദിവസങ്ങളിൽ താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ കലാഭവൻ മണി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചുപോയെന്ന് നടൻ ദിലീപ്. മണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ കൂടെ ഉണ്ടാകുമായിരുന്നെന്നും ദിലീപ് പറഞ്ഞു. തൃശൂർ ചാലക്കുടിയിൽ സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാഭവൻ മണി എന്ന കലാകാരനെ എത്രത്തോളം ജന്മനാട്ടുകാർ സ്നേഹിക്കുന്നുവെന്ന് വെളിവാക്കുകയായിരുന്നു നിറഞ്ഞ സദസ്സിൽ ചാലക്കുടിയിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങ്. കലാഭവൻ മണി എന്ന മനുഷ്യസ്നേഹി തന്റെ ധൈര്യവും ചങ്കൂറ്റവുമായിരുന്നുവെന്നും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ടെന്നും ഓർത്തെടുത്താണ് മുഖ്യപ്രഭാഷകനായ ദിലീപ് മനസ്സു തുറന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മണി കൂടെയുണ്ടായിരുന്നുവെങ്കിലെന്ന് ആശിച്ചുപോയെന്ന് ദിലീപ് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മനസ്സവാച അറിയാത്ത കാര്യങ്ങൾക്ക് ഞാൻ ബലിയാടായിക്കൊണ്ടിരിക്കുമ്പോൾ മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നേനെ എന്നൊരു ചിന്ത. മണിയെ തന്റെ ഹൃദയത്തോടടുപ്പിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു ഇന്നസെന്റ്. നമ്മളിൽ നിന്നും പെട്ടെന്ന് ഇപ്പം തന്നെ നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും അദ്ദേഹം പോയിട്ടും നമുക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന്. ഈ ചിരിച്ച മുഖം നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പോഴും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമൊക്കെ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ മണി അഭിനയത്തിൽ തന്റെ ഗുരുതുല്യനായിരുന്നുവെന്ന് KPSC ലളിത പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ അനുജനായിട്ടോ അമ്മയായിട്ടോ ഒക്കെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേറ്റം കാല് തൊട്ട് വന്നിക്കുന്ന എൻ്റെ ഗുരുദേവനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മണി. കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംവിധായകരായ സിബി മലയിൽ, സത്യൻ അന്തിക്കാട്, ലിജോ ജോസ് പെല്ലിശ്ശേരി, നടന്മാരായ ഹരിശ്രീ അശോകൻ, വിനായകൻ, കലാഭവൻ ഷാജോൺ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.